വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാം പുളഹിതയാമിനീം ഉല്ലകുസുമിത ദ്രുമദളശോഭിനീം സുഹാസിനീം സുമധുരഭാഷിണീം സുഗദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഇപ്പോഴത്തെ മേയർ കുറ്റിയും പറിച്ച് കോഴിക്കോട്ടേക്ക് പോവുകയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ വിടവാങ്ങൽ പ്രസംഗം ഞാൻ പത്രത്തിൽ വായിച്ചു. 24 വയസ്സുള്ള എന്നെ കൗൺസിലറാക്കിയത് മേയറാക്കിയത് എൻ്റെ പാർട്ടിയാണ്. എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നത്? 24 വയസ്സുള്ള ഞങ്ങളുടെ സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിൻ്റെ വോട്ട് വെട്ടിക്കാൻ നീക്കം ചെയ്യാൻ എന്തിനാണ് ഈ രാത്രി ഏർപ്പാട്? മത്സരിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് മത്സരിക്കണം. അതല്ലാതെ എതിരാളികളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയിട്ടല്ല ശൗര്യം കാണിക്കേണ്ടത്. പാർലമെൻറ്റ് ഇലക്ഷനും വോട്ട് ചെയ്തു, അസംബ്ലി ഇലക്ഷനും വോട്ട് ചെയ്തു, കോർപ്പറേഷൻ വന്നപ്പോൾ മാത്രം വോട്ട് ചലഞ്ച് ചെയ്യുക. അത് എപ്പോഴാണ് ചലഞ്ച് ചെയ്യുന്നത്? സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം. ഇങ്ങനൊരു നാണം കെട്ട ഏർപ്പാട്. രാഷ്ട്രീയ എതിരാളികളെ ഇങ്ങനെ ഭയപ്പെടുന്ന ഒരു പാർട്ടിയെ കണ്ടിട്ടുണ്ടോ? ലോക കമ്മ്യൂണിസത്തിൻ്റെ അവശിഷ്ടം എന്നാണ് വെപ്പ്. പക്ഷേ മുതലാളിത്തത്തിൻ്റെ അവശിഷ്ടമായി ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. വികസനത്തെ പറയുമ്പോൾ ഒറ്റ കാര്യമാണ്. നേരത്തെ വിഷ്ണുനാഥ് പറഞ്ഞല്ലോ ഇവിടെ മെഡിക്കൽ കോളേജിലെ മരണത്തിനെക്കുറിച്ച്. ഈ നഗരസഭയ്ക്കകത്തല്ലേ ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി, ശിവകുമാർ ആരോഗ്യമന്ത്രിയും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, ഞാൻ MLA ആയിരുന്നപ്പോൾ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഇവിടെ ആരംഭിച്ച് UDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ. ഇവിടെ ചില സഖാക്കൾ പറഞ്ഞ പോലെ ബോർഡ് മാറ്റിയാൽ മെഡിക്കൽ കോളേജ് അല്ല, ഏത് വിവരദോഷി പ്രസംഗിക്കുന്നതാണ്. മെഡിക്കൽ കൗൺസിൽ വന്ന് അംഗീകരിച്ചാൽ മാത്രമേ ഒരു മെഡിക്കൽ കോളേജ് ആവൂ. അങ്ങനെ മെഡിക്കൽ കോളേജ് വിസിറ്റ് ചെയ്ത മെഡിക്കൽ കൗൺസിൽ 100 സീറ്റ് സാങ്ഷൻ ആക്കിയതിന് ശേഷമാണ് ആ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ മെഡിക്കൽ കോളേജ് എന്തിനില്ലാതാക്കി? ആ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ നിലവിലുള്ള മെഡിക്കൽ കോളേജിനെങ്കിലും നന്നായിട്ട് രോഗികളെ നോക്കാൻ അവസരം ഉണ്ടാകുമായിരുന്നില്ലേ? ഇപ്പം എന്താ ഓരോ ദിവസം നടക്കുന്നത്? ഞങ്ങൾ ഈ ഒരു ദിവസം കരിക്കകത്ത് നിന്ന് പുറപ്പെടുമ്പോഴാണ് ശിവപ്രിയ എന്ന വീട്ടമ്മ പ്രസവത്തിൽ ഇൻഫെക്ഷൻ വന്ന് മരിച്ചു പോകുന്നത്. സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയതിൻ്റെ പേരിൽ ആ പാവം ഇൻഫെക്ഷൻ വന്ന് മരിച്ചു. ഞങ്ങൾ 48 മണിക്കൂർ മാത്രം പ്രായമുള്ള അവരുടെ കുഞ്ഞിനെ കണ്ടു. ആ കുഞ്ഞ് വളർന്നു വലുതാകുമ്പോൾ എൻ്റെ അച്ഛൻ എവിടെയും എൻ്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയാൻ കഴിയും വീട്ടുകാർക്ക്? അതിൻ്റെ ഉത്തരവാദി ആരാ? ഈ സർക്കാരും ഈ ഭരണസമിതിയല്ലേ. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ മാറ്റുന്നതിൻ്റെ ആദ്യ ഘട്ടമാണ് ഈ നഗരസഭയിൽ ഉണ്ടാകുന്ന മാറ്റം. മാത്രമല്ല സംസ്ഥാനം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വർണം കെക്കുമ്പോൾ നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങൾ അടിച്ച് മാറ്റിയതാണ് ഇവർ. ഈനം വെച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ സ്വർണം കെക്കുന്നവർക്ക് പറ്റിയ കൂട്ട് തന്നെയാണ് ഈ നഗരസഭയിലെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം എന്ന് പറയുന്നത്.